പുരുഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, പുരുഷൻ എന്ന് പറയുമ്പോൾ പല സ്ത്രീകളായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിവുള്ളവനും, സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ആളിൽ ഒതുങ്ങി നിൽക്കണം എന്നാണ് പറഞ്ഞത്. അത് വേറെയാണ്. ഗുരുവിൽ പഠിപ്പിക്കുന്നത് ഒരു ദൈവം ഉണ്ടെന്നും രാജാവിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നും, അല്ലാതെ ഒരു സമയത്തും കുഞ്ഞിനെ വളർത്തുന്നതിനകത്തൊന്നും ഒരിക്കലും ഈ നമ്മൾ പറയുന്ന പുരുഷനില്ല, റോളില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ. പക്ഷെ പല ഇൻ്റർവ്യൂസിലല്ല, അത് കേൾക്കുന്ന ആളെന്നെ മനസ്സിലാക്കില്ല. അപ്പൊ താങ്കൾ കൂടുതൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസമുള്ള ആളാണ്. ഉണ്ടായിരുന്നു. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് റിലേറ്റ് ചെയ്യാം? അല്ല, അതൊക്കെ ഇയാൾ ഇങ്ങനെ അറ്റത്തെ ചോദ്യങ്ങളായി ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അത് പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണ് പോകുന്നതാണ്. പെണ്ണ് പോകണ്ട, പെണ്ണെന്ന് എഴുതി വെച്ചാൽ ഇയാൾ പോകും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ് എൻ്റർടൈൻമെൻറ്റ്. താങ്കളുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്? ജീവിതം മാറ്റി വെക്കുന്നില്ല, ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ്. മറ്റേതിങ്ങനെ പണ്ട് ജീവിതത്തിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കാതിരുന്ന സമയത്ത് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നു. തീർച്ചയായും. അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയായിരുന്നു എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം വളരെ ദുസ്സഹവും ദുഃഖവും ഉള്ളതാണ്. ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴികളായിരുന്നു പണ്ട് കാലത്ത് മനുഷ്യർ ആലോചിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ മതപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മീയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഏത് ഇതിൽ പറയുമ്പോഴും ഈ ഇവിടെ ജീവിക്കുന്നതിനെ പറ്റിയല്ല, ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. ഓക്കെ. അതിപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാലും നിർവ്വാണം എന്ന് പറഞ്ഞാലും സ്വർഗത്തിലെത്തിച്ചേരുന്നു എന്ന് പറയുന്നത് എല്ലാം ഈ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഓക്കെ. അതിന് പല വഴികളുണ്ട്, അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്നതാണ് അവർ ചെയ്തിരുന്നത്. ഓക്കെ. അതിൽ നിന്ന് ഭിന്നമായിട്ട് ജീവിതം ഇവിടെ തന്നെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് പറയുന്നതാണ് മാർക്സിസം പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താങ്കൾ എന്ത് മാറ്റം വരുത്തുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മാറ്റം വരുത്തുകയും അങ്ങനെ ഈ നാട്ടിൽ തന്നെ ഒരു എന്താ പറയണ്ടേ, നമുക്ക് സ്വർഗം ഉണ്ടാക്കാം എന്ന് പറയുന്ന കൺസെപ്റ്റായിരുന്നു മാർക്സിസം ഒക്കെ പറയുന്നത്. ഓക്കെ. നമ്മളിത് രണ്ടുമല്ല പറയുന്നത്. ഓക്കെ. ജീവിച്ചിരിക്കുന്നത് ഒരു ജീവി സ്വയം ചെയ്യുന്ന രണ്ട് കാര്യമാണ്. അത് ചുറ്റുപാടിനെ അതിനനുകൂലമാക്കുക എന്ന് പറയുന്ന ഒന്ന് ചെയ്യുന്നു. ഓക്കെ. മറ്റൊന്നുള്ളത് ചുറ്റുപാടിനെ അനുകൂലമാക്കാൻ കഴിയാത്തിടത്തെല്ലാം അതിനോട് ഇണങ്ങാൻ. അപ്പോൾ ഇണക്കുക എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സാണ് ജീവൻ. അത് ഒരു മനുഷ്യൻ്റെ കാര്യമൊന്നുമല്ല. ഓക്കെ. എന്ത് ജീവിയും ചെയ്യുന്നത് ഇതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇണങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുപാടിനെ നമുക്ക് ഇണക്കുന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയും. ട്രാൻസ്ഫോർമേഷൻ. മറ്റേത് അഡാപ്റ്റ് ചെയ്യാന്ന്. ഈ രണ്ട് പ്രക്രിയയാണ് ജീവനുള്ളത്. അതിന് എത്രത്തോളം നമുക്ക് ചുറ്റുപാടിനെ പറ്റിയുള്ള അറിവും അതേപോലെ തന്നെ ചുറ്റുപാടിനകത്ത് അതിനെ മനസ്സിലാക്കുന്നതിനകത്ത് നമുക്ക് ഇണക്കാനുള്ള കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഓക്കെ. ആ ഒരു പ്രോസസ്സ്, ചെയ്യുന്ന ഇണക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ ശാസ്ത്രം എന്നെങ്കിൽ ഇന്ത്യക്കാരൻ പണ്ട് ശാസ്ത്രം എന്ന് പറയുന്ന അർത്ഥത്തിലല്ല, സയൻസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഈ ഇണക്കുന്ന അറിവിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ ഒരു അച്ഛനും അമ്മയുടെയും മകനായിട്ട് വളർന്നു വന്നു. ആ ഒരു ചിന്തയിൽ നിന്ന് കുടുംബം വേണ്ട എന്നൊരു ചിന്താഗതിയാണ് ഇപ്പോൾ സാറിൻ്റെ പറയുന്നത്. മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് കുടുംബം വേണ്ട എന്നാണ് പറയുന്നത്. ആ ഒരു ചിന്താഗതി എപ്പോഴാണ് മാറിയത്? ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ. പക്ഷേ പല ഇൻ്റർവ്യൂസിലല്ല, അത് കേൾക്കുന്ന ആളെന്നെ മനസ്സിലാക്കില്ല. ഓക്കെ. പലതരത്തിലെ കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. കുടുംബജീവിതം എന്ന് പറയുന്നത് മനുഷ്യർ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, മനുഷ്യരുണ്ടാക്കിയ ജീവിതമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് പറയുന്ന സമയത്ത് രണ്ട് പേര് ചേർന്ന് എന്ന് പറയുന്നതൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. ഓക്കെ. നമ്മൾ മനുഷ്യജീവി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അവരെ പുറകോട്ട് നമുക്കറിയുന്ന ആന്ത്രോപോളജിക്കലായിട്ടുള്ള അറിവ് വരുന്ന സമയത്ത് ഒരു 3 ലക്ഷം വർഷത്തോളമായി മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്തിട്ട് മറ്റ് ജീവഗണങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് മനുഷ്യരെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 3 ലക്ഷം വർഷത്തോളമായിട്ടുണ്ട്. ഓക്കെ. ഈ 3 ലക്ഷം വർഷവും ഈ കുടുംബമൊന്നുമില്ല. അത് നമ്മൾ അങ്ങനെ അറിയണം. അപ്പോൾ അന്ന് എന്തായിരുന്നു? അത് ഗോത്രങ്ങളാണ്.
ഗോത്രങ്ങളിനകത്ത് ഇപ്പോഴും നമുക്ക് അതിനെ ഈ 3 ലക്ഷം വർഷം പുറകോട്ട് പോയി നോക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ ഒന്നും വേണം. ഓക്കെ. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ കാടുകളിലെല്ലാം ചെന്നാൽ അവിടെ ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങൾ ഇന്നും ഉണ്ട്. അപ്പോൾ വളരെ ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന നിലവാരത്തിലുള്ള ഒരു മാറ്റവും ചുറ്റുപാടിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ കഴിയുന്ന ഗോത്രങ്ങൾ തൊട്ട് ചുറ്റുപാടും കുറച്ചുകൂടെ ഇണക്കിയിട്ടുള്ള ഗോത്രങ്ങൾ വരെയുള്ളതും ഈ കാട്ടിൽ തന്നെ കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആമസോൺ കാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വസ്ത്രം പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്തവരുണ്ട്. പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അത് അപ്പോൾ അവരൊക്കെ ഒരു 20 പേരൊക്കെ കാണത്തുള്ളൂ ആ ഒരു ഗ്രൂപ്പിൽ. ഇതുപോലുള്ള ഗോത്രങ്ങളിലായിട്ട് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു വലിയ ലോകത്തിനകത്തു നിന്നാണ് നമ്മൾ ഈ കാണുന്നിടത്തേറ്റൊക്കെ എത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പോഴും നമുക്ക് ഇത് ഞാൻ ഒരു 50,000 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 ലക്ഷം വർഷം മുമ്പ് നടന്നതാണ്, അതെങ്ങനെ എനിക്കറിയാം എന്നൊക്കെ ചോദിക്കുന്ന നിലവാരത്തിലെ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും. ഓക്കെ. അങ്ങനെയല്ല, ഇപ്പം തന്നെ ലോകത്ത് നമ്മൾ ഈ കഴിഞ്ഞിരുന്ന ആളുകൾ അങ്ങനെ തന്നെ തുടരുന്നവരുണ്ട്. പരസ്പരം കാണാനോ ഇടപെടാനോ കഴിയുന്ന ഗോത്രങ്ങളാണ് തമ്മിൽ ചേർന്നിട്ട് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിലുള്ള ഗ്രാമങ്ങളുണ്ടായത്, നഗരങ്ങളുണ്ടായത് ഒക്കെ ഉണ്ടായത്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ കാലഘട്ടം മാറുന്നതനുസരിച്ച്. അതല്ല, അത് പറയാനല്ല, അതങ്ങനെ മാറ്റം വരുന്നിട്ടില്ല എന്ന് പറയാനായിട്ടല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അവിടെ ഈ കുടുംബം എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി. അപ്പോൾ ആ ഗോത്രത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന തരത്തിൽ 2 പേര് ചേർന്നിട്ടുള്ള ഒരു കുടുംബം എന്ന് പറയുന്നൊരു സംഭവമില്ല. അപ്പോൾ ഈ 3 ലക്ഷം വർഷക്കാലത്തോളം അതിന് ഇങ്ങേ അറ്റത്ത് നമ്മൾ കൃഷിയൊക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് കൃഷി കുടുംബത്തിനെയാണ് നമ്മൾ ആദ്യം കുടുംബം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. കൃഷിയോട് ബന്ധപ്പെട്ട് അതിനെ നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഒരുപാട് പേര് അവരെല്ലാവരും രക്തബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുടുംബം ആദ്യം രൂപപ്പെടുന്നത്. അത് കൃഷിയോട് ബന്ധപ്പെട്ട. അതുവരെ ഗോത്രമേ ഉള്ളൂ. അപ്പോൾ ഗോത്രകാലം നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ 3 ലക്ഷം വർഷത്തിന് ഇങ്ങേ അറ്റത്ത് ഒരു 10,000 വർഷം മാത്രമാണ് നമ്മൾ ഈ കുടുംബം എന്ന് പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുടുംബം രൂപപ്പെട്ടത്. ഓക്കെ. അപ്പോൾ അതിങ്ങനെ നമ്മൾ അറിയാതാണ് എപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് എന്തോ ഈ കുടുംബം എന്നും മനുഷ്യനാണ്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള നിലവാരത്തിൽ ആളുകൾ സംസാരിക്കുക. അങ്ങനെ അല്ല അതൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ആദ്യകാലത്തെ കുടുംബം എന്ന് പറയുന്നത് തന്നെ രക്തബന്ധത്തിനോട് ബന്ധപ്പെട്ട. അപ്പോൾ ഒരു കൃഷിസ്ഥലത്ത് അതുവരെ നമ്മൾ ഭക്ഷണം തേടി ജീവിക്കുന്നവരായിരുന്നു. ഓക്കെ. ഭക്ഷണം തേടി ജീവിക്കുന്നതിന് പകരം ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു സ്ഥലത്ത് ലോക്കലൈസ് ചെയ്യുക നമ്മൾ പറയും. ഓക്കെ. ഒരു പ്രദേശവാസികളായിട്ട് ആൾക്കാർ മാറുന്നപ്പോഴാണ്. അങ്ങനെ മാറിയപ്പോഴാണ് രക്തബന്ധമുള്ള ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു സ്ഥലത്ത് ഒരു പ്രദേശം എടുത്ത് അത് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി അതവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നവരായിട്ട് വന്നപ്പോഴാണ് കാർഷിക കുടുംബം ഉണ്ടായത്. കാർഷിക കുടുംബത്തിനെ നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയും. അപ്പോൾ ഭാര്യയും ഭർത്താവ് എന്നുള്ള അർത്ഥവും അല്ല അപ്പോഴും ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു കൂട്ടുകുടുംബം, അങ്ങനെ ഒരു രക്തബന്ധത്തിൽ നിന്ന് കുടുംബമായി മാറുമ്പോൾ അന്ന് കാലത്ത് ഇപ്പോൾ ചോരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗികമായി അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്ഷൻ സിസ്റ്റം അങ്ങനെയാണോ വരുന്നത്? അല്ല, റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ. നമ്മൾ ഈ 3 ലക്ഷം വർഷവും നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് കുടുംബത്തിലല്ല, ഗോത്രത്തിലാണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഘം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 25-30 പേര് ഉള്ള ഒരു ഗോത്രം. ഇതാണ് ഒരു ഗോത്രം. സാധാരണ ഇതിൽ 30-50 പേരൊക്കെ എത്തുമ്പോഴത്തേനും അത് പിരിയും. കാരണം നമ്മൾ ഈ ഭക്ഷണം തേടുക എന്ന് പറയുന്ന പ്രക്രിയക്കകത്താണുള്ളത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് വിടിരുന്നാൽ ശരിയാകത്തില്ല എന്ന് കണ്ടിട്ട് അങ്ങനെ പിരിഞ്ഞ് ഭൂമി മുഴുവനും പരന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഓക്കെ. അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാലേ ഇതൊക്കെ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടോട്ടൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ വന്ന് ഒരു ഗോത്രം ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ പറഞ്ഞ സംഘം, ഒരു ചെറിയ സംഘത്തിനകത്ത് പരസ്പരം ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്ന കൂട്ടുകുടുംബത്തിനകത്ത് ഉണ്ടാകുന്നത് വരെ ആളുകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഗോത്രത്തിനകത്തുള്ള ആളുകൾ മറ്റൊരു ഗോത്രത്തിലുള്ളവരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ആ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒക്കേഷണലായിട്ട് സംഭവിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഗോത്രത്തിനകത്തുള്ളവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഗോത്രത്തിൻ്റെ ഉള്ളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ബ്ലഡ് റിലേറ്റഡ് ആയ ആളുകൾ മാത്രമായാണ് ആ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് ഗോത്രങ്ങളിൽ നിന്നുള്ള ബന്ധങ്ങളും ഉണ്ടാകുന്നതുകൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ സ്ത്രീകളാണ് പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്, പുരുഷന്മാർ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കുടുംബത്തിനകത്താണ്. അത് വളരെ പുതിയൊരു സിസ്റ്റമാണ്.
ഈ മനുഷ്യൻ്റെ കുലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിചാരിക്കുന്നത് എന്നുമുള്ള ഒരു സംഭവമായിരുന്നു എന്നുള്ള തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നമ്മൾ പലതരത്തിൽ പല ഗോത്രങ്ങളിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദിവാസികളുടെ ഇടയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ മനുഷ്യബന്ധങ്ങളെല്ലാം വേറെയാണ്. അപ്പോൾ അവിടെ ലോകത്ത് തന്നെ ജീവികളിനകത്ത് ഈ നമ്മളിപ്പോൾ പ്രൈമേറ്റ്സ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സസ്തനികൾ, കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്തുന്ന ജീവികൾ, അതാണ് സസ്തനികൾ എന്ന് പറയുന്നത്, മാമൽസ് നമ്മൾ പറയാം. അപ്പോൾ ആ സ്ഥലത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേനും എല്ലാം നമുക്ക് കാണാൻ പറ്റും സ്ത്രീകളുടെ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊള്ളാവുന്നൊരു പുരുഷനെ വേണമെന്ന് തോന്നുമ്പോൾ അവർ മുൻകൈ എടുത്തിട്ടുണ്ടാക്കുന്ന, അപ്പോൾ അവരെ ഈ പുരുഷന്മാർ സ്ത്രീകളെ ഇണക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒരു സമയത്തും കുഞ്ഞിനെ വളർത്തുന്നതിനകത്തൊന്നും ഒരിക്കലും ഈ നമ്മൾ പറയുന്ന പുരുഷനില്ല, റോളില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി തുടർന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോത്രം എന്ന് പറയുന്നതിനകത്ത് ഭൂരിപക്ഷവും സ്ത്രീകളായിരിക്കും, പല പ്രായത്തിലുള്ള സ്ത്രീകളായിരിക്കും. അവരാണ് ആ കുഞ്ഞിനെ നോക്കി വളർത്തുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ നോക്കുക, ഒരാൾ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിലുള്ള കുഞ്ഞിനെ നോക്കുന്ന സമ്പ്രദായം നമുക്കുണ്ടായത് കാർഷിക കുടുംബത്തിനകത്ത് മാത്രം. ആ കാർഷിക കുടുംബത്തിൽ തന്നെ ആദ്യം ഇല്ല. ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന സാധനം മാത്രം ഉണ്ടായത് അണുകുടുംബം എന്ന് പറയുന്നതിനകത്ത്, ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യവസായം കണ്ടുപിടിച്ചിട്ടുണ്ടായല്ല. ഒരു 300 വർഷമായിട്ടുള്ളൂ. ശരിയാണ്. ഇപ്പോൾ കൂട്ടുകുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ അന്നും ഇന്നും ഇപ്പോൾ കൂട്ടുകുടുംബം ഇപ്പോഴും ഉണ്ട് ചില സ്ഥലങ്ങളിൽ. 5-6 മക്കൾ ഒരുമിച്ച് വളർന്നു, അവർ കല്യാണം കഴിക്കുന്നു. 5-6 മക്കൾ മാത്രമല്ല, അമ്മാവന്മാർ കാണും, കസിൻസ് എന്ന് പറയുന്നവർ, അതേപോലെ തന്നെ ഈ ബന്ധുക്കൾ എന്ന് പറയുന്നവരും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് താമസിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ ബന്ധുത്വത്തിന് രക്തബന്ധത്തിന് ഭയങ്കര ബലം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവർ തമ്മിലാണ് ബന്ധമുള്ളവരെന്ന് കാണുന്നത്. അപ്പോൾ ഒരു ഗോത്രം എന്ന് പറയുന്നത് കൂടുതലും ഒരു രക്തബന്ധമുള്ളവരായിരിക്കും. അപ്പോഴാണ് അവർ വേറെ ഗോത്രങ്ങളിലുള്ള സ്ത്രീകളുമായി ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു ആദ്യകാലത്ത് ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വ്യത്യസ്തതകളുള്ള ആളുകളുണ്ടായി ജനിതകമായിട്ട് കൂട്ടിക്കൊടയാതിരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന മെക്കാനിസങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും പഠിപ്പിക്കാതെ തന്നെ വരുന്ന അറിവുകളാണ് ഇതൊക്കെ. അതെ, നമുക്കിപ്പോഴും പരിശോധിച്ച് കാണാം, കൂട്ടുകുടുംബം മാറി ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ആ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് വ്യവസായ കുടുംബമാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ കുടുംബങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോത്രകാലത്തിലെ മനുഷ്യജീവിതം, അത് കഴിഞ്ഞ് കുടുംബത്തിലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കാർഷിക കുടുംബം, അത് കഴിഞ്ഞ് വ്യവസായ കുടുംബം. ആ വ്യവസായ കുടുംബത്തിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കുടുംബങ്ങളെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ കുടുംബം എന്നും ഉണ്ടായിരുന്നു എന്നുള്ള നിലവാരത്തിൽ ഇപ്പം ഞാനിപ്പോൾ എന്നോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ പറയുന്നത് ഞാൻ ഈ കുടുംബം വേണ്ട എന്ന് പറഞ്ഞത്, കുടുംബം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കുടുംബം ഈ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാകുമ്പോൾ കുട്ടികളെ വളർന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നവരാകത്തില്ല. കാരണം വ്യവസായവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നിടത്തേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഫാക്ടറിക്ക് അത് ജോലി ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് അറിവ് കിട്ടത്തില്ല, അത് പഠിപ്പിച്ചേ പറ്റൂ. അത് പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്കൂൾ ആരംഭിക്കുന്നത്. മറ്റേതങ്ങനെയല്ല, കുലത്തൊഴിലുകളെന്ന് പറയുന്ന വീടിനകത്ത് കൃഷി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പിച്ചാത്തി ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ഒരു പാ നെയ്യുന്നവർ ഒക്കെ എന്ന് പറഞ്ഞാൽ കുലത്തൊഴിലുകളാണ്. ആ കുലത്തൊഴിൽ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പം അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ മക്കളെ തുടരുന്നതാണ് കാർഷിക കുടുംബങ്ങളുടെ എല്ലാ വശവും. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ താഴെ തട്ടിൽ നിൽക്കുന്നവർ ഇന്നും താഴെ തട്ടിലും മുകളിൽ തട്ടിൽ വേറെ വിഷയമാണ്. ഈ കൂട്ടിക്കുഴക്കരുത്. നമ്മളുടെ കുടുംബത്തിനെ പറ്റി സംസാരിച്ചിട്ടില്ല. താഴെ തട്ടും മേലെ തട്ടും പറഞ്ഞല്ലോ. അത് തന്നെയാണ്. അത് ഈ കുലത്തൊഴിൽ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാക്കുന്നത് ഈ ഒരു വിഭാഗം വേറൊരു വിഭാഗത്തിനെ അടിമകളായി പിടിച്ചുകൊണ്ട് വരുമ്പോഴാണ്. ഗോത്രങ്ങൾ തമ്മിൽ താനെ ചേർന്ന് ജീവിക്കത്തില്ല, എന്നും ഫൈറ്റ് ആയിരിക്കും. അവർ ഫൈറ്റ് ചെയ്യത്തില്ല. അവരങ്ങനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരു നാട്ടിലേക്ക് നമ്മൾ വെറുതെ ഉദാഹരണമായിട്ട് പറയുന്നതാണ്, ഒരു ടൂറിസ്റ്റ് ബസ് പിടിച്ച്
കുറച്ച് സ്റ്റുഡൻസ് ഒരു സ്ഥലത്തോട്ട് പോയ ഒരു ഗ്രൂപ്പാണ്. അതെ, ഒരു ക്ലസ്റ്ററാണ്. അവർ ക്ലസ്റ്റർ അങ്ങനെയാണ്. ആ ഗ്രൂപ്പ് മറ്റുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ ചേരത്തില്ല. ഓക്കെ. പക്ഷെ അവർ തമ്മിൽ വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിനോ ഒന്നും തടസ്സം വരുന്നില്ലല്ലോ. ഇതുപോലുള്ള ഈ ഗ്രൂപ്പ് ബോധമാണ് ഗോത്രബോധമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അതെപ്പോഴും ഉണ്ടാകും. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല. ഓക്കെ. ആ മിങ്കിൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് പിരിഞ്ഞ് 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 ഭൂമി മുഴുവൻ പരന്നു എന്ന് ഞാൻ പറയുന്നത്. സാധനം നമുക്ക് മനസ്സിലായാലേ ഞാനൊക്കെ ഈ പറയുന്ന വിഷയമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം അത് അങ്ങനെ പിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കൃഷി കുടുംബം ഉണ്ടാകുമ്പോഴാണ് ആദ്യമായിട്ട് ഒരിടത്ത് താമസിക്കുന്നത്. അതുവരെ മനുഷ്യർ സെപ്പറേറ്റ് ഭക്ഷണം കിട്ടുന്നിടത്തേക്ക് ആളുകൾ യാത്ര ചെയ്യുക. ഓക്കെ. അതാണ് ഭക്ഷണം തേടി ജീവിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ചെടി നട്ടാലേ അവിടെ നിന്ന് പോകാൻ ഒക്കത്തില്ല. കാരണം ഇത് വേറെ മൃഗങ്ങളെടുക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെടുക്കും. അപ്പോൾ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ജീവിക്കേണ്ടി വരും. അപ്പോഴാണ് വീടൊക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ. മറ്റേത് അങ്ങനെ ഇല്ല. മഴയുള്ളിടത്തു നിന്ന് മഴയില്ലാത്തടത്തോട്ട് മാറും, തണുപ്പുള്ളിടത്തു നിന്ന് ചൂടുള്ളിടത്തേക്ക്. അതൊരു ഐസേജ് കാലഘട്ടത്തിൽ ഇതെല്ലാം ഐസേജിൻ്റെ കാലഘട്ടം. അത് വേറൊരു കാര്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ ചോദിച്ചാൽ നമ്മളിപ്പോൾ ജിയോളജിയെ പറ്റി പറയാൻ ബാധ്യത വരും. ഓക്കെ. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത്രയും വിഷയങ്ങളിലോട്ട് നമ്മൾ പോകുന്നതിന് കാലാവസ്ഥയ്ക്ക് അനുസൃതമായി തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഭൂമിയിൽ യാത്ര ചെയ്ത് ഭക്ഷണം തേടി ജീവിച്ചിരുന്നവരിൽ നിന്നും ഭിന്നമായി ഒരു പ്രദേശത്ത് നിന്ന് അവിടെ തന്നെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവരായി മാറിയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കുടുംബം ഉണ്ടാകുന്നത്. കാരണം ഒരു വീട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിനൊരു അതിര് വരും. അതിനകത്ത് കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ഒന്നിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ടാക്കിയാൽ അങ്ങോട്ട് അങ്ങനെ ക്ലസ്റ്റർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഗ്രാമങ്ങളുണ്ടായത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബന്ധുക്കളായ ആൾക്കാർ അടുത്തടുത്തടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഗോത്രം ഒരിടത്ത് ലോക്കലൈസ് ചെയ്യാന്ന് പറയും, ഒരു പ്രദേശത്ത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് തൃശ്ശൂർകാർ, ഓക്കെ, എറണാകുളത്തുകാരെന്ന് ഈ നമ്മൾ മലയാളത്തിൽ കാരെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റി പറയുന്നത് ഇങ്ങനെ ഓരോ പ്രദേശത്ത് വസിക്കുന്നവരായി മാറിയപ്പോഴാണ്. അപ്പോഴാണ് വേലി ഉണ്ടായത്. ഓക്കെ. മതിൽക്കെട്ടുകൾ അന്നോട്ട് മതിലില്ല. മതിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അറിയാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം അങ്ങനല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ നിലവാരത്തിലുള്ള ചെറിയ 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 ഗോത്രങ്ങളിലുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ ചുറ്റിനും വേലി കെട്ടി തുടങ്ങുന്നത് ഈ കൃഷി സംരക്ഷിക്കുന്നതിൻ്റെ യുക്തിയായിട്ട് ബന്ധപ്പെട്ട. അപ്പോഴാണ് വീടുണ്ടാകുന്നത്. അപ്പോൾ ഈ അതുവരെ നമ്മൾ ഇരിക്കുമ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പം ഇയാൾ ഇവിടെ വന്നിരിക്കുകയല്ലേ, അതെ, ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു അതിരിനെ പറ്റി ഒരു ബോധമുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് എണ്ണീറ്റ് വന്നിട്ട് അങ്ങ് മടിയിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ഇയാൾ പറയും അങ്ങനെ ഇരുന്നുകൂടാ, ഇരിക്കാൻ പാടില്ല, അങ്ങനെ പറയും. അപ്പോൾ ആ പറയുന്ന ഒരു അതിര് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കും. ഈ അതിരെന്ന് പറയുന്നത് പുറത്താകുക എന്ന് പറയുന്നതാണ് കൃഷി സമൂഹത്തിനകത്തുണ്ടായത്. അപ്പോഴാണ് നമ്മളൊരു വേലി കെട്ടിയിട്ട് ഇത്രയാണ് എൻ്റെ അതിര്. അപ്പോൾ ആ തൊട്ടപ്പുറത്ത് വേറൊരാൾ ഒരു അതിരുണ്ടായി. ഇങ്ങനെ അതിരുള്ള ഇടങ്ങളുണ്ടായി. അതെല്ലാം കൂടെ കോമൺ ആയ ഒരു എതിരുണ്ടായപ്പോഴാണ് ഗ്രാമം നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനത്തെ പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിനകത്താണ് നമ്മൾ നിങ്ങൾ വേലിക്ക് അപ്പുറത്ത് നിൽക്കുന്നവരാണെന്ന് ഇപ്പുറത്ത് നിൽക്കുന്നവരാണെന്ന് പറയുന്ന തരത്തിലൊക്കെ നമ്മുടെ സ്വഭാവത്തിനകത്ത് മാറ്റങ്ങളൊക്കെ വരുന്നത് ഗ്രാമം ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ. ഈ സമയത്ത് ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ അവിടെ നമ്മൾ കൃഷി ചെയ്ത്, അപ്പോൾ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റി, ഭക്ഷണം കൂടുതൽ കിട്ടും. ഭക്ഷണം കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ കുട്ടികളും കൂടുതൽ മനുഷ്യരും ഉണ്ടാകും. അതെന്താ അങ്ങനെ പറയാൻ റീസൺ? കൂടുതൽ ഭക്ഷണം അല്ലെങ്കിൽ തേടുമ്പം മിതമായേ കിട്ടത്തുള്ളൂ. ഓക്കെ. നമുക്കൊരിക്കലും കൂടുതലുണ്ടാകത്തില്ല. മാത്രമല്ല ഒരാളിന് ഇപ്പോൾ ഒരു 30-35 വയസ്സാകുമ്പോൾ തൊട്ട് അഡൽട്ടായ ഒരാളിന് ആ കാലത്ത് നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ അനുസരിച്ചിട്ട് ജീവിതം നീളത്തില്ല. ഓക്കെ. നിങ്ങൾക്ക് ഒരു വൈകാഴിക വന്നെന്ന് വെച്ചോ, നമ്മൾ തേടി നടക്കുന്ന കാലത്ത് കടുവ പിടിച്ചു, ശരിയാണ്, അവരെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം എല്ലാവരും എഫിഷ്യൻ്റ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതേസമയത്ത് ഒരു വേലി കെട്ടി അതിനകത്തിരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് സ്വല്പം വയ്യാതെ ഒരു പനി പിടിച്ചാലും നമ്മളെ രക്ഷിക്കാൻ പറ്റും. ഓക്കെ. കാരണം വേലിയുണ്ട്. അതിനുശേഷം ഒരു പരിചരണം നടക്കൂ. ഓക്കെ. ഇതൊക്കെ നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാതെ ഇപ്പോൾ ആളുകൾ പറയും കാട്ടിലുള്ള ഒരു ജീവിക്കും രോഗമില്ല എന്ന് പറയും. കാട്ടിലെ രോഗം വന്നത് ജീവിച്ചിരിക്കത്തില്ല, മരിച്ചു പോകും. ആരെങ്കിലും ആരും അറിയാതെ എല്ലാവരും പിടിച്ചു പോകും. ഏറ്റവും ദുർബലമായ ജീവിയെ ആദ്യം തിന്നപ്പെട്ടു പോകും. അത് കാലൊടിഞ്ഞാലും ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. അതേസമയത്ത് ഇപ്പോൾ ഇതുപോലൊരു എൻക്ലോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലൊടിഞ്ഞ ആളിനെ അവിടെ ഇരുത്തി ഇത് കമ്പൊക്കെ വെച്ച് കെട്ടി കാല് നേരെയാകുന്നവരെ പരിചരിക്കാൻ പറ്റും.
ഈ പ്രോസസ്സുകളൊക്കെ ആരംഭിക്കുന്നത് ഈ കൃഷി കുടുംബത്തിനകത്ത് മാത്രമേ പ്രായമായവർ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ. മറ്റേ ഏറ്റവും എഫിഷ്യൻ്റായ ആളുകൾ മാത്രമേ ജീവനോടിരിക്കൂ. അപ്പോൾ കുട്ടികളെ സംരക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയും കാണത്തില്ല. അപ്പം പ്രായമായവരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംരക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ദേഹത്തൊക്കെ വെച്ച് കെട്ടിയായിരിക്കും നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഈ നിലവാരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ കുടുംബം മാറിപ്പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കാർഷിക കുടുംബം ഉണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകുന്ന അപ്പോഴാണ് രക്തബന്ധത്തിനോട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഏരിയ ഉണ്ടാവും. അവർ തമ്മിലുള്ള അവരുടെ ഇതിനകത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടും. സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഒരു ഏരിയയാണ്. അതെല്ലാം കൂടെ ഞാനിപ്പോൾ പറയുന്നില്ല. അല്ല, നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് നിന്ന് അങ്ങ് ഒത്തിരി ദൂരെ പോകാതിരിക്കാനായിട്ട് കൊണ്ടാണ് അതെല്ലാം പറയാത്തത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു ഒരു കുടുംബം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ വളർന്നു വന്നു, ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് ഫ്രീഡം കിട്ടി. ഈ വളർന്ന് നമ്മളെ നോക്കി വളർത്തിയ ആൾക്കാരെ നമ്മൾ തിരിച്ച് നോക്കേണ്ട ഒരു കടമ നമുക്കില്ലേ? അല്ല, അതൊക്കെ ഇയാൾ അറ്റത്തെ ചോദ്യങ്ങളായി ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഗോത്രത്തിനകത്ത് അങ്ങനെ നോക്കത്തില്ല. ഇല്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്. കാല് വയ്യാതായ ആളിന് നിങ്ങൾക്കൊരു മുറി ഉണ്ടായി അതിനകത്ത് അടച്ചിട്ട് നോക്കാൻ നോക്കുന്ന സമയത്ത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അത് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പുറത്താണ്. അത് എന്നുവെച്ചാൽ ഒരു ആന ഓടിക്കുന്നു. അപ്പോൾ മുട്ടൊടിഞ്ഞ ഒരാളിനെ നിങ്ങളെന്ത് ചെയ്യും? എടുത്തോണ്ട് ഓടാനൊക്കത്തില്ല. അതിനോട് സ്പീഡില്ല. രണ്ടുപേരും ഓടിക്കുന്നുണ്ട്. അത് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഈ വീടുള്ള ഒരാളുടെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന കാരണം കൊണ്ടാണ് ഞാനൊക്കെ പറയുമ്പോൾ ഈ വിഷയം മനസ്സിലാക്കാത്ത ആൾക്കാർ. അപ്പോൾ ഈ വീടിനകത്ത് നോക്കാൻ കഴിയുന്ന സമയത്ത് മാത്രമാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആന്ത്രോപോളജിയിൽ കാണിക്കാൻ പറ്റും. ആദ്യമായി എല്ല് ചേർന്ന ഒരു എല്ലും കൂടെ കിട്ടുന്നത് ഒരു 50,000 വർഷമായിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ കാണേണ്ടതുണ്ട്. കാരണം ഒരാടെ എല്ല് തമ്മിൽ ചേർന്നുണ്ടാകാതെ എല്ലൊടിഞ്ഞ ഒത്തിരി എല്ലും കൂടെ കിട്ടും. തല്ലി പൊട്ടിച്ചതും വെട്ടിക്കൊന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലുകളെല്ലാം കിട്ടും. പക്ഷെ തമ്മിൽ ചേർന്ന ഒരു എല്ല് കിട്ടുക എന്ന് പറയുന്നത് പരിചരണം തുടങ്ങുന്ന സമയത്തേ പറ്റും. ഈ പരിചരിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായേ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. ഇന്ന് ആന്ത്രോപോളജി പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ആ വിഷയങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. എന്നും എല്ലാവരെയും നോക്കിയിരുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും കഴിയില്ല. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം കടന്നാണ് നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന കുടുംബം എന്ന് പറയുന്നത് കൃഷി കുടുംബവുമല്ല, അണുകുടുംബമാണ്. അത് വ്യവസായത്തിനോട് ബന്ധപ്പെട്ട് വന്നതാണ്. വ്യവസായത്തിനോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ 2 പേരുള്ള ഭാര്യയും ഭർത്താവും മക്കളുമുള്ള കുടുംബം ഉണ്ടായെന്ന് ചോദിച്ചാൽ ആദ്യകാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഈ ആളുകൾ എല്ലാവരും കൂടെ വരുമ്പം ഈ പറഞ്ഞ ബന്ധുക്കളും അപ്പൂപ്പന അമ്മാവന്മാരെല്ലാവരും കൂടെ വരുന്ന കുടുംബം ഈ ഫാക്ടറിയുടെ അടുത്തെത്തും. അപ്പോൾ ഈ ഫാക്ടറിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ക്വാർട്ടേഴ്സ് കൊടുക്കാം, സ്ഥലം തരാം, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുമ്പോൾ ഇത്രയും പേര് ഒന്നിച്ച് വരുമ്പോഴത്തേനും ഒരാൾ ജോലി ചെയ്യാൻ വരുന്നതിന് ഒരു 5 പേരെങ്കിലും മിനിമം നോക്കേണ്ടി വരും. 2 പേര് ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു 15 പേരെ നോക്കേണ്ടി വരും. ഇത്രയും ചിലവ് ചെയ്തിട്ട് വേണം ഈ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പം മുതലാളിമാർ കണ്ടുപിടിച്ച് അതത്ര എളുപ്പമല്ല. കാരണം ഈ കുടുംബം നിലനിർത്തുന്നതാണ്. കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും 2 മക്കളുമാണെന്ന് പറയുന്ന തരത്തിൽ ക്വാർട്ടേഴ്സുകൾ മാറ്റിയ വഴിയാണ് നമ്മളിന്ന് കാണുന്ന അണുകുടുംബം ഉണ്ടാകുന്നത്. ആ അണുകുടുംബം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് 2 പേർക്കും കൂടെ കുഞ്ഞിനെ വളർത്താനായിട്ട് ധാരാളം കാര്യങ്ങൾ. അപ്പോഴാണ് നമുക്ക് ക്രഷ് വേണ്ടി വരും, LKG വേണ്ടി വരും, UKG വേണ്ടി വരും. അങ്ങനെ സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനത്തെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഞാൻ മറ്റു ആളുകളെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള വർക്കുകൾ മുഴുവൻ സോഷ്യലൈസ് ചെയ്യാൻ ബാധ്യത വരുന്ന അപ്പോഴാണ്. അപ്പം അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഒരു കുടുംബത്തിന് ചുറ്റിനും ഇത്രയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം വേണ്ടി വരുന്നത്? അമ്മയും അച്ഛനും പഠിപ്പിക്കുന്ന അറിവ് കൊണ്ട് ഫാക്ടറി ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ അകത്ത് കീ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ആളുകൾ വിചാരിക്കുന്നത് പണ്ട് അമ്മയും അച്ഛനും അങ്ങ് പഠിപ്പിച്ച പോലെ അമ്മയും അച്ഛനും പഠിപ്പിച്ചാൽ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷേ പണ്ട് കാലം തൊട്ടേ ഗുരുകുലം സിസ്റ്റം അത് വേറെയാണ്. ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത് ഒരു ദൈവം ഉണ്ടെന്നും രാജാവിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നും നിങ്ങൾ സമൂഹത്തിൻ്റെ ഏത് തട്ടിലാണ് വിടുന്നതെന്ന് പഠിപ്പിക്കുന്നതിനാണ് അത് ഉണ്ടാക്കിയത്. അവിടെ വേറെ വിദ്യാഭ്യാസമൊന്നുമല്ല.
അല്ലേ? അവിടെ സ്വയം രക്ഷ ഒക്കെ പഠിപ്പിക്കുന്നു. ആ സ്വയരക്ഷ എന്ന് പറയുന്നത് ഈ ഏത് തട്ടിപ്പെടുന്നത് തട്ട് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് വിട്ടുപോകുന്നത് ഭക്ഷണം ഉണ്ടാകുന്നത് ഒരിടത്ത് ഇല്ലാതായി പോയാൽ ഇത്രയും മനുഷ്യർ ജീവിക്കാനായിട്ട് അന്യ സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരേണ്ടി വരും. ഓക്കെ. അപ്പോഴാണ് പരസ്പരം ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയത്. അവർ റെയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് അവരുടെ പശുവിനെ, ആടിനെ, കോഴിയെ, അല്ലെങ്കിൽ അവരുടെ പാടത്ത് നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന നെല്ലൊക്കെ കൊയ്തുകൊണ്ട് പോരുക എന്ന് പറയുന്ന രഹസ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്ന് കാണുന്ന സംഘർഷം അപ്പം നമ്മുടെ അതിര് കടന്ന് മറുവശത്ത് പോയി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടായത്. ഓക്കെ. അതിനു മുമ്പ് അത്തരത്തിലുള്ള സംഘർഷമില്ല. ആളുകൾ തമ്മിൽ ചേരാതെ അകന്ന് പോകത്തേ ഉള്ളൂ. ഓക്കെ. ഒരിടത്ത് ഒരു കൂട്ടർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഇപ്പോൾ തോട്ടിനകത്ത് മനുഷ്യർ മീനെ പിടിക്കുകയാണെന്ന് വെച്ചു, വേറൊരു സംഘം അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മീനെ പിടിക്കാൻ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഇച്ചിരി മാറി വേറൊരു സ്ഥലത്തോട്ട് മാറും. അപ്പം എന്നാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വേണമെങ്കിൽ കല്ലൂർ കയറി നടത്തര വരെ വരും. പക്ഷെ ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, ചെറിയ കോൺഫ്ലിക്റ്റുകളാണ്. അതൊരിക്കലും ഒരു നിരന്തര വഴക്കായിട്ട് മാറത്തില്ല. ഒരു കുളവേ ഉള്ളെന്ന് വെച്ചോ, അപ്പോൾ അവിടെ തല്ലുണ്ടോ? അപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ കുളത്തിൽ നേരത്തെ മറ്റവരെക്കാളും നേരത്തെ പോയിട്ട് അത് എല്ലാ മൃഗങ്ങളും അത് ചെയ്യും. ശരിയാണോ? അപ്പോൾ നമ്മൾ ഈ പഴം ഉണ്ടാകുന്നതിന് മുമ്പ്, പഴക്കുന്നതിന് മുമ്പ് അത് തിന്നാൻ പഠിച്ച കിളികളും മൃഗങ്ങളും എല്ലാം ഉണ്ടാകും. മറ്റവര് അവർ പഴം ആകാൻ കാത്തിരിക്കുമ്പോഴത്തേനും നമ്മൾ തിന്നാൻ പഠിച്ചു. ഇങ്ങനത്തെ സംഘർഷം ജീവിതത്തിന് മുഴുവൻ സമയത്തും ഉണ്ടായിരുന്നു. അതെല്ലാ ജീവികളിലും ഉള്ളതാണ്. പക്ഷെ മനുഷ്യരുടെ ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ ഈ സംഘർഷം പരമാവധി ഇത് ഉണ്ടാകാതെയൊക്കെ നോക്കും. ഇനി ഉണ്ടായാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ബുസിയൊക്കെ പിടിച്ച് വഴക്ക് എറിഞ്ഞ് കല്ലുവർക്ക് എറിഞ്ഞ് അങ്ങ് തീരുന്ന ഒരു സാധനം മാത്രമാണ്. കാരണം ഒരിടത്ത് ആരും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സംഘർഷം നീണ്ടു പോകേണ്ട ആവശ്യമില്ല. മറ്റേതങ്ങനല്ല. ഈ വേലിയൊക്കെ കെട്ടി കൃത്യമാക്കി കഴിഞ്ഞപ്പോഴാണ് വേറൊരിടത്തു നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ മറ്റവർക്ക് അത് വിടാനൊക്കത്തില്ല. അവർ ഇവന്മാരുടെ നെല്ല് വിളയാൻ നോക്കിയിരിക്കും അവർ. എന്നിട്ട് വന്ന് രാത്രി വന്നത് എടുത്തുകൊണ്ട് പോകും. ഈ എടുത്തുകൊണ്ട് പോകുന്ന സംഘർഷമാണ് പിൽക്കാലത്ത് അങ്ങോട്ട് വളർന്ന് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള യുദ്ധങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെയാണ് ഒരു സ്ഥലത്തുള്ള അതുവരെ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടമായെന്ന് വെച്ചു, അത് ഒരു ഗോത്രത്തിൽ പെടണമെന്നുള്ളവരല്ലാത്തവരെയും ഇഷ്ടപ്പെടും. മനുഷ്യന്മാരെന്നുള്ളതല്ല, എല്ലാ ജീവികളിലും തന്നെയാണ്. അപ്പോൾ ആ ഇഷ്ടപ്പെടലിനകത്ത് സ്ത്രീകൾ ഈ പുരുഷന്മാരോടൊപ്പം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റു ഗോത്രത്തിൽ, നമ്മൾ ഇപ്പോൾ DNA മിറ്റോകോൺട്രിയ എന്ന് പറയും. നമ്മുടെ സെല്ലിനകത്ത് ഇങ്ങനെ നോക്കിയ സ്ത്രീകളുടെ ഇത് ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. പക്ഷെ പുരുഷന്മാരുടെ ഈ കൃഷി സമൂഹത്തിലെത്തിയപ്പോഴത്തേന് ഇത് ലോക്കലൈസ് ചെയ്യുന്ന കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സ്ത്രീകളിങ്ങനെ ഒരു പുരുഷനോടൊപ്പം മറ്റ് ഗോത്രത്തിൽ വന്ന് ചേരുമായിരുന്നു, അവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ പിൽക്കാലത്ത് കൃഷി തുടങ്ങിയപ്പോഴാണ് ഒരു വിഭാഗത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് ഈ ജോലി ചെയ്യിക്കുന്നവരാക്കി സ്ലേവറി എന്നൊരു സിസ്റ്റം, സ്ലേവറി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി, താഴത്തെ സ്ലേവ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് മേളിലുള്ള പുരുഷന്മാരുമായിട്ടോ അല്ലെങ്കിൽ മേളിലുള്ള സ്ത്രീകളുമായി താഴത്തെ സ്ലേവ് ആയിരിക്കുന്ന പുരുഷന്മാരോ ബന്ധം ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയാണ് ഈ തരംതിരിവുകളുണ്ടായത്. ആ തരംതിരിവുകൾ ഒരു കൂട്ടർ വരുന്നത് പോലെ തന്നെ വേറൊരു കൂട്ടർ വരുമ്പോൾ അവർ മൂന്ന് തരത്തിലായി, 3 തട്ടായി, 4 തട്ടായി, 5 തട്ടായി. അത് കഴിഞ്ഞ് പിന്നെ എണ്ണാൻ പറ്റാത്ത അത്രയും തരത്തിൽ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന. അപ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന ഗ്രാമത്തിൻ്റെ പല കോർണറിൽ പലതരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന സംഭവങ്ങളുണ്ടാകുന്നത്. ഇവർക്കൊക്കെ അതാത് പ്രദേശത്ത് ചെയ്തിരുന്ന പ്രവൃത്തി, ഇപ്പം നിങ്ങൾ തോട്ടിൻ്റെ കരയിൽ ജീവിക്കുന്നവരാണെങ്കിൽ മീനെ പിടിക്കുന്നത് നിങ്ങളുടെ തൊഴിലല്ല, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു പ്രവൃത്തിയാണ്. കുരങ്ങനെ മരത്തെ കയറുന്നത് അതിൻ്റെ തൊഴിലാണോ? അങ്ങനല്ല, ജീവിക്കാനുള്ള വഴിയാണ്. മരത്തിൽ കയറിയാലാണ് ആൾ പഴം കഴിച്ചത്, അത്രേ ഉള്ളൂ. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു പ്രദേശത്ത് ഇപ്പോൾ തോട്ടിൻ്റെ കരയെ കഴിയുമ്പോൾ തോട്ടിൽ നിന്ന് മീനെ പിടിക്കാൻ അറിയാം, കടലിൻ്റെ കരയിൽ കഴിഞ്ഞാൽ കടലിന് മീനെ പിടിക്കാൻ അറിയാം. അത് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊരു നഗരം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാമം ഉണ്ടാക്കുന്ന സമയത്ത് അവരെ കൊണ്ട് മീനെ പിടിപ്പിക്കാൻ അറിയാം. കാരണം അവർക്കത് ആ സ്കില്ലുണ്ട്. അതവരുടെ പണിയാക്കി മാറ്റിയത് ഈ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ്. ഇവർക്ക് ജീവിക്കാനുള്ള അവരുടെ കഴിവിനെ പണിയാക്കി മാറ്റിയതാണ് നമ്മൾ ഈ പറയുന്ന കുലത്തൊഴിൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള അതായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഈ ഗോത്രത്തിലുള്ളവർ
മീനെ പിടിക്കാൻ അറിയാം, അതുകൊണ്ട് അവരുടെ മക്കളെല്ലാം മീനെ പിടിക്കുന്നവരായിട്ട് മാറുന്നത് അങ്ങനെയാണ്. തെങ്ങ കയറാൻ അറിയുന്നവർ മുഴുവൻ തെങ്ങ കയറാൻ അറിയുന്നവരും, പനയെ കയറാൻ അറിയുന്നവരും പനയെ കയറുന്നവരും. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരു മാറ്റം വന്നല്ലോ. ഇപ്പൊ അല്ല, അത് പറയാനല്ല ഞാനിത് ഇങ്ങനെ രൂപപ്പെട്ടത് മനസ്സിലായില്ലെങ്കിൽ ഇയാളുടെ പിന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിന് വീണ്ടും ഉത്തരം ഞാൻ പറയാൻ അവിടെ പോണ്ടി വരും. ഐഡിയ കിട്ടി. ആ ഐഡിയ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഗ്രാമം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ പലതരത്തിൽ തൊഴിലുകൾ ഉണ്ടായെന്ന് മനസ്സിലാക്കണം. മറ്റേ തൊഴിലല്ല, ജീവിക്കാനുള്ള കഴിവാണ്. വേറൊരാൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ അപ്പൊ അടിമകളായി മാറിയപ്പോഴാണ് പലതരത്തിലുള്ള നിർബന്ധമായി തൊഴിലുകളിൽ അത് പഠിപ്പിക്കുന്ന ഇടമായിരുന്നു ഗുരുകുലങ്ങൾ. ഓക്കെ, നിങ്ങൾ ഏത് തട്ടിലാണ്, അപ്പം നിങ്ങളുടെ സ്വധർമ്മം ഇങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ധർമ്മം എന്താണ്? അത് നിങ്ങൾ മീനെ പിടിച്ച് വളർത്തുന്നതാണ്, നിങ്ങൾ മീനെ പിടിക്കുകയാണ് നിങ്ങളുടെ ധർമ്മം എന്ന് പഠിപ്പിക്കും. നീ ഒരു കൊല്ലനാണെങ്കിൽ നീ കൊല്ലനായിട്ടിരിക്കുക എന്ന് പറയുന്ന, അങ്ങനെയാണ് തട്ടായി ഇന്ന് നമ്മൾ കാണുന്ന ഈ സമൂഹങ്ങൾ ഉണ്ടാകുകയും എയർ ടൈറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റായ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ചെയ്തു. ആ സ്ഥലത്തായിരുന്നു നമ്മൾ ഈ ഫാക്ടറി വരുമ്പോൾ പലതരത്തിലുള്ള തട്ടിലുള്ള ആൾക്കാരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അവർക്ക് പലയിടത്ത്, കാരണം ഇത് എല്ലാവർക്കും പണിയുള്ളവരാണ്. അപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങിയാൽ ആളുകൾ ആരും വരത്തില്ല, പണിയില്ലാത്ത ആരുമില്ല, എല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇപ്പം എല്ലാ ജീവികളും ജീവിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി പോലെ മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇതിന് വരാനൊരു വരത്തില്ല. അപ്പോൾ അവർ കിട്ടുന്ന ആളുകളെ മുഴുവനും കൂടെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ പുതിയ കുടുംബമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ കുടുംബത്തെ പറ്റിയിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടി. അങ്ങനെയാണ് അണുകുടുംബത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ഒരു മനുഷ്യന്റെ ജീവിത രീതി മാറാനായിട്ടുണ്ടായ ഒരു കഥ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുടുംബം കഴിഞ്ഞു, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു ആത്മബന്ധം ഉണ്ടെങ്കിലല്ലേ ഒരു കുടുംബം എന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്ന ലോകങ്ങളാ. നിങ്ങൾക്ക് ആത്മബന്ധം, ആത്മാവൊക്കെ ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കണ്ടേ? സോൾമേറ്റ് എന്നുള്ള വാക്കൊക്കെ, ആത്മാവെന്ന് പറയുന്ന മനുഷ്യരുടെ സങ്കല്പത്തിലല്ല ലോകത്ത് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? നമ്മളിപ്പോ കണ്ണ് കാണിക്കാം, ചെവി കാണിക്കാം, തല കാണിക്കാം, ഇയാൾ ഓപ്പറേറ്റ് ചെയ്ത ഇയാളെ കുടൽ കാണിക്കാം, കരൾ കാണിക്കാം. നമുക്ക് ഇഷ്ടമുള്ളവരെ കരളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ കരളൊന്നും അല്ല നമുക്കറിഞ്ഞൂടെ. ഹൃദയമേ എന്നൊക്കെ വിളിച്ചാലൊന്നും ഹൃദയമൊന്നും അല്ല, നമുക്ക് പ്രിയപ്പെട്ടതെന്നുള്ള അർത്ഥത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മളല്ലാത്ത, ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ജീവനുണ്ടെന്ന് പണ്ട് കാലത്ത് മനുഷ്യർ തെറ്റിദ്ധരിച്ചത് കൊണ്ട് പറയുന്ന വരികളാണ് ആ പറയുന്നത്. ഓക്കെ, അപ്പൊ ആത്മാവില്ല ഇല്ല എന്നുള്ളതല്ല, ആത്മാവ് മനുഷ്യ സങ്കല്പമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പം തൃശ്ശൂർ ടൗണിലേക്ക് ഇയാൾ എന്നോട് ചോദിക്കുക എത്ര മൈലാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇത്ര മൈലാണെന്ന് പറയും. അത് അപ്പോൾ ഇയാൾ കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഇത്ര കിലോമീറ്ററാണെന്ന് പറയും. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ സങ്കല്പമാണ്. നമ്മൾ ഉണ്ടാക്കിയൊരു മെഷറിംഗ് റോഡാണ്. അപ്പം നമുക്ക് ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തൊരു ജീവൻ, ഒരു ഇതിനകത്ത് നിങ്ങൾ മരിച്ചു പോകുന്ന കാണുമ്പോൾ അനങ്ങുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തോ ഇറങ്ങിപ്പോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന കാരണം കൊണ്ടാണ് ഒരു ശക്തി ഇറങ്ങിപ്പോയി എന്ന് തെറ്റിദ്ധരിക്കുന്ന വഴിയാണ് അതങ്ങനെ ഉണ്ടായത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആത്മാവെന്നോ അല്ലെങ്കിൽ മനസ്സെന്നോ വിളിക്കുന്നത്. ഇയാളുടെ ആന്തരികമായ പ്രവർത്തനങ്ങളെ ചേർത്താണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത്. അല്ലാതെ അകത്തോട്ട് കയറിയിട്ട് ഇപ്പം ഞാൻ ഈ ഉദാഹരണം മൈലിൻ്റെ കാര്യം പറഞ്ഞെന്തിനാ, 5 മൈലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 7 കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മണ്ണിനകത്ത് നോക്കിയാൽ കിലോമീറ്റർ കിട്ടുമോ? ഇല്ല, നമ്മൾ കണ്ടുപിടിച്ച ഇത്രയാണ് അറിയേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്, ഒരു കൺസെപ്റ്റാണ്, സങ്കല്പനം എന്ന് പറയും കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മനുഷ്യർ സങ്കല്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ക്രിയേറ്ററെ താങ്കൾ വിശ്വസിക്കുന്നത്? ക്രിയേറ്ററെ ഉണ്ടാക്കി പിന്നെ ക്രിയേറ്ററെ ആര് ക്രിയേറ്റ് ചെയ്തെന്നുള്ള ചോദ്യം ചോദിക്കേണ്ട ഉത്തരം പറയണ്ടേ? ഒരു ഉത്തരമല്ല. ഓക്കെ, അതാണ് അതിനകത്തുള്ളത്. ക്രിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ ആ ഉണ്ടാക്കിയവനെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരത്തില്ലേ? അപ്പോൾ സയന്റിഫിക്കലി ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? സയൻസിന് ഇങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ല. എങ്ങനെയാണ് അപ്പോൾ അത്? സയൻസ് എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അവർ ആരംഭിക്കുന്നത്. അത്രയാണ് ഞാനും പറയുന്നത്. പ്രപഞ്ചം ഉള്ളതാണ്. അതെന്തെങ്കിലും ഇല്ലാതിരുന്നിട്ടുണ്ടായെന്ന് ആളുകൾ ആലോചിച്ചുകൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കാൻ ഒരാളെ കണ്ടുപിടിക്കാൻ ബാധ്യത. അപ്പോൾ നമ്മൾ നിരന്തരം മാറുന്ന പ്രപഞ്ചവുമാണ്. അപ്പോൾ ഉള്ളത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർ ടൗണിലേക്ക് നമ്മൾ അളക്കണമെങ്കിൽ എവിടുന്ന് അളക്കും? നമുക്കൊരു പോയിന്റ് ഇടേണ്ടി വരും.
അവിടുന്ന് തൊട്ടല്ലേ. ഇപ്പം എന്തുകൊണ്ടാണ് ആ പോയിന്റ് വരുന്നത്? നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ അവിടെ നിന്ന് അളക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് കാൽനട, നമ്മൾ എണ്ണി സ്റ്റെപ്പുകൾ തന്നെ ആ അളക്കുന്നതിന് പോയിന്റ് ഇടുന്നത് അവിടുന്ന് തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഓക്കെ, നമ്മൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് തുടക്കമായത്. അത്രയാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി, ഹിന്ദുസം, അങ്ങനെ പല മതങ്ങളുണ്ട്. മതത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ജീവിച്ചിരുന്ന പുരുഷന്മാർ പിന്നീട് ദൈവങ്ങളായി മാറുന്ന ഒരു സംഭവം ഉണ്ടായിട്ട്, ഇപ്പോൾ ക്രൈസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിലും ഗുരുവായൂരപ്പനെ പറ്റി പറയുകയാണെങ്കിലും അയ്യപ്പനെ പറ്റി പറയുകയാണെങ്കിലും ഇവരൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെങ്ങനെ നമ്മൾ ദൈവങ്ങളായി കാണും? അത് എന്ന് ആൻസിസ്ട്രൽ വർഷിപ്പ് എന്നതിന് പറയുന്നത്. ഓക്കെ. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന അപ്പൂപ്പനെ അമ്മമാരെയും ആരാധിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് മനുഷ്യർ സങ്കല്പിച്ചതാണ്. നമ്മുടെ മുന്നിലുള്ള ആളുകൾ നമ്മളെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ. അപ്പോൾ ആൻസിസ്ട്രൽ വർഷിപ്പിനകത്ത് തന്നെ ഉണ്ടാകുന്നതാണ് പ്രധാനം. ഞാനിപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മമാരും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്നും ഏറ്റവും ബലവാനായിരിക്കുന്നവരെന്നോ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ആളെന്നോ അല്ലെങ്കിൽ കാണാൻ ഏറ്റവും സുന്ദരനായിരിക്കുന്ന അല്ലെങ്കിൽ സുന്ദരിയായിരിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ കൂട്ടത്തിൽ പ്രാമുഖ്യത്തോടെ കാണും. അവരെയാണ് ആരാധിക്കുന്നവരായിട്ട് മാറും. ഇവർക്ക് എബിലിറ്റീസ് ഒന്നും ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അവരുടെ എബിലിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ പോലുള്ള എബിലിറ്റികളെ തന്നെ ലോകത്തുള്ളൂ. കൂടുതലൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ. കൂടുതലെന്ന് പറഞ്ഞാൽ വ്യത്യാസത്തോടുള്ള കൂടുതലുണ്ടാകും. ഇപ്പം എനിക്കും തനിക്കും ഒരേ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് വ്യത്യസ്തരാണ് നമ്മൾ. ചില കാര്യത്തിനകത്ത് ഒരാൾക്ക് കഴിവ് കൂടുതലുണ്ടാകും, ചില കാര്യത്തിൽ മറ്റേ ആൾക്കായിരിക്കും കഴിവ് കൂടുതൽ. ഓക്കെ. അപ്പോൾ ഏതിനാണോ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ അവരെ ആദരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മൈത്രൻ എന്തിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അറിയുക എന്ന് പറയുന്നത് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് നമ്മൾ ബസ് വരും എന്ന് പറയുന്നതിനകത്ത് ബസ് വരും എന്ന് പറയുന്നത് വിശ്വസിക്കുമല്ലേ എന്ന് ചോദിക്കുക ആൾക്കാർക്ക്. ഓക്കെ. പക്ഷേ അത് മുന്നറിവുണ്ട്. ഓക്കെ. നേരത്തെ ഇത് ബസ് സ്റ്റോപ്പാണെന്നും ഇവിടെ കാത്തു നിൽക്കാൻ എന്നാൽ ബസ് വരും എന്നുള്ളതും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. 8 മണിക്കുള്ള ബസ്, 10 മണിക്കുള്ള ബസ്, 12 മണിക്കുള്ള ബസ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം ബസ് സ്റ്റോപ്പിൽ ബസ് വരും എന്ന് പറയുന്നത് മുന്നറിവാണ്. നേരത്തെയുള്ള അനുഭവത്തിനകത്തുനിന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു വിശ്വാസമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു എത്തിസ്റ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്? ഞാൻ എത്തിസ്റ്റ് ഒന്നും അല്ല. മനുഷ്യരെങ്ങനെയാണ് ദൈവത്തിനെ ഉണ്ടാക്കിയെന്ന് അറിയുന്ന ആളാണ്. ഓക്കെ. അതിന് എത്തിസം ഒന്നും വേണ്ട. ഓക്കെ. ഇങ്ങനത്തെ ലേബൽ ആവശ്യമില്ല. പക്ഷെ താങ്കൾ മനുഷ്യരെങ്ങനെയാണ് ലോകത്തിനെ നിർമ്മിച്ചതെന്ന് അറിയുന്ന അറിവ് കൊണ്ടാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഓരോ പ്രദേശത്തും ഓരോ ദൈവത്തിനല്ലേ ആൾക്കാരുണ്ടാക്കിയത്. ഏറ്റവും വലിയ തെളിവ് ഒരു കല്ല് വയ്ക്കുന്ന അതൊരു ദൈവമാക്കി കൺസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളെ ലോകത്തുള്ളൂ. പക്ഷെ അതല്ലാണ്ട് മനുഷ്യരായിട്ട് വന്ന പുരുഷന്മാരുണ്ടല്ലോ. ഇപ്പോൾ അതാ പറഞ്ഞ മനുഷ്യരെ ആരാധിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ കൂടുതൽ കഴിവ് പ്രദർശിപ്പിച്ച ഒരാളോട് തോന്നുന്ന അടുപ്പാണ്. അച്ഛനും അമ്മയൊക്കെ മരിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കുരിയാല ഉണ്ടാക്കത്തില്ല, അവിടെ ഒരു കടലാക്കി വെക്കത്തില്ല. അത്രേ ഉള്ളത്. ആ നാട്ടിനകത്തെ പ്രധാനപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ബലം കൊണ്ടോ അറിവ് കൊണ്ടോ ഒക്കെ ബലം ഉണ്ടാകാം. ഓക്കെ. ആധിപത്യത്തോടെ പെരുമാറുന്ന ആളുകളെ ആദരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർ ചെയ്തിരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ താങ്കൾക്കും ഒരുപാട് ആരാധകരുണ്ട്. താങ്കളുടെ ഐഡിയോളജീനെ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുന്ന ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരാധിക്കുന്നവരുണ്ടാകാൻ സാധ്യത കുറവാണ്. ഇല്ല, ഒരുപാട് പേര് അംഗീകരിക്കുന്നവരുണ്ടാകാനേ പറ്റും. കാരണം ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള വഴിയും കൂടെ ഉണ്ടാക്കി കൊടുത്താലേ പറ്റും. ഓക്കെ. അങ്ങനത്തെ ആളുകളെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ പുറകെ നടക്കുന്ന ആരെങ്കിലും ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ നിങ്ങൾ ഫോൺ വിളിച്ചല്ലേ? അതെ. അപ്പോൾ സാർ ഉറങ്ങുക എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. തലയിലിടതല്ലേ. അപ്പം അങ്ങനെ ഇടനിലയ്ക്ക് ആളിനെ നിർത്താൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് നമ്മൾ ആ പറയുന്ന സാധനം ഉണ്ടാകും. ഒരു ആരാധനയുടെ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ ചേർന്നുണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതേ സമയത്ത് ഇപ്പം ഞാൻ ജീവനോട് ഇരിക്കാതിരിക്കുന്ന സമയത്ത് എന്നെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ആളുകൾ അത് പറ്റിക്കുന്ന മനുഷ്യന്മാർ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഉത്തരവാദിയാകത്തില്ല. ഓക്കെ. അതായത് മരിച്ചുപോയതിനു ശേഷം എഴുതിയും പറഞ്ഞു ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും, കഥകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത ഞാൻ ഓപ്പൺ ചെയ്തും കൂടെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉണ്ടായി. ഓക്കെ. അപ്പോൾ താങ്കൾ കൂടുതലും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആൾക്കും ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസമുള്ള ആളാണ്. ഉണ്ടായിരുന്നു. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യം അത്. നാരായണ ഗുരുവിൻ്റെ കാലത്ത് ജനാധിപത്യത്തിനെ പറ്റി ഇയാൾ ചോദിക്കണം, ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് നാരായണ ഗുരുവിനെ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറയുമോ? ഇല്ല. അദ്ദേഹത്തിന് കേട്ടിട്ടേ ഇല്ല ഇലക്ഷൻ. അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അപ്പോൾ ഭരണഘടന ഉണ്ടായതിന് ശേഷമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അറിവ് അങ്ങനെയാകും. അപ്പം നാരായണ ഗുരുവിന് അതറിയില്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നൊക്കെ ആൾക്കാർ തിരിതിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇത് മനസ്സിലാകാതെ പോകുന്നത്.
പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നൊരു മോട്ടീവ് ഉണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അതാ അപ്പം അതൊക്കെ നിലനിന്നിരുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല. ഇല്ല. നമുക്ക് ലോകത്തിനെ പറ്റി വേറെ തരത്തിൽ ഇന്ന് അറിയാം. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നത്തിനകത്ത് ആളുകളെ ഏകീകരിക്കാനായിട്ട് പറയുന്ന ഉത്തരവാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ മൈത്രേയൻ ശ്രീനാരായണ ഗുരുവിനെ ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അറിയാൻ? അദ്ദേഹത്തിന് ഒരു കാലത്ത് അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് ബുദ്ധനുമൊക്കെ ഞാൻ നോക്കിയിട്ടുള്ള ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ലോകത്തിനെ പറ്റിയുള്ള അറിവ് കുറവാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ. ലോകത്തിനെ പറ്റിയുള്ള അറിവ് അവർക്കില്ല. ഓക്കെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിനെ പറ്റി നാരായണ ഗുരുവിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് ജനാധിപത്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ പറ്റി അവർ പറഞ്ഞ പോലെയല്ല ഉത്തരം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ സെൽഫോൺ എടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെ ഇതിനകത്ത് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയെ നോക്കി അല്ലെങ്കിൽ നാരായണ ഗുരുവിന്റെ കൃതി നോക്കിയാൽ കിട്ടുമോ? ഓക്കെ. അറിയില്ല, അവർക്ക് അറിയില്ല. പക്ഷെ പണ്ട് കാലത്ത് കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. പുരാണങ്ങൾ പണ്ട് കാലത്തൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടുപിടിച്ചൊന്നും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല. പുരാണങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു പുഷ്പക വിമാനം. അതാ പറഞ്ഞേ, പുഷ്പക വിമാനത്തിന്റെ ഒരു എല്ലുമുട്ടം കിട്ടിയാന് അതുണ്ടായിരുന്നെങ്കിൽ. കാരണം മെറ്റൽ വെച്ചുണ്ടാക്കുക അതുപോലത്തെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വേണ്ടേ? അപ്പോൾ ആ മെറ്റീരിയലിന്റെ സാധനങ്ങൾ ലോകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കോടാനുകോടി വർഷത്തിന് മുമ്പുള്ള ഫോസിൽ വരെ ഉണ്ട്. ഓക്കെ. നമുക്കൊരു ഹാരപ്പ 4500 വർഷമാണ്. ഇയാൾ പറയുന്ന പുഷ്പവിമാനത്തിനെ പറ്റി റെഫറൻസ് എന്നുള്ളതിന് 2500 വർഷത്തെ പഴക്കമേ ഉള്ളൂ ആ പുസ്തകത്തിന്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ സാധനം 4500 വർഷം മുമ്പുള്ളതും 12000 വർഷം മുമ്പ് ഗോബക്കലി തെപ്പി എന്ന് പറഞ്ഞിട്ട് ടർക്കിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഗ്രാമം, ഒരു ചെറിയ പട്ടണമുണ്ട്. ഓക്കെ. അവിടെയൊക്കെ നമ്മൾ സാധനങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ ഉണ്ടാക്കുന്ന സാധനത്തിനെ പറ്റി എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു സാധനമില്ല. പക്ഷെ അതിന് കിട്ടിയിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ. ഇപ്പൊ ജീവിച്ചിരുന്ന ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്രൈസ്റ്റ് ആയാലും അയ്യപ്പനായാലും ഗുരുവായൂരപ്പനായാലും അവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ടല്ലോ. തെളിവൊന്നുമില്ല. അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അതുകൊണ്ടാണ് അയ്യപ്പന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നതിന് 2 പുരുഷന്മാരാണ്. അവർ ചേർന്നൊരു കൊച്ചിനെ ഉണ്ടാകത്തില്ലെന്നുള്ള ഏത് മനുഷ്യനും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ അയ്യപ്പനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുമോ? അത് മാത്രമല്ല, 2000 വർഷം മുമ്പ് നടന്ന ഒരു പുരാണ കഥയ്ക്കകത്താണ് അയ്യപ്പനുള്ളത്. ഓക്കെ. ആ കഥയ്ക്കകത്തു നിന്ന് 12 രാജാവ് എന്നിട്ടാണ് ഈ കൊച്ചിനെ എടുക്കുന്നത്. അപ്പോൾ ഒരു 1500 വർഷമായി ഈ കുട്ടി അവിടെ കാട്ടിക്കിടക്കണ്ടേ? ഇതൊക്കെ ചോദ്യമില്ലാത്തതുകൊണ്ട് മാത്രം ആൾക്കാർ പറയുന്നതാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനോ പറയാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കഥകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യവും. അയ്യപ്പൻ എന്ന് പറയുന്ന വാക്ക് ഈ പറയുന്ന പഴയകാല പുരാണങ്ങളിൽ ഒന്നുമുള്ള ഒരു ദൈവമല്ല. ഓക്കെ. അതും ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അയ്യ എന്ന് പറയുന്നത് ബുദ്ധഭിക്ഷുക്കളെയാണ്. അയ്യായുടെ അപ്പനാണ് അയ്യപ്പൻ. ബുദ്ധക്ഷേത്രമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ബുദ്ധക്ഷേത്രത്തിനകത്ത് ശരണം വിളിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശരണം വിളി നിൽക്കുന്നത്. അത് പിന്നത്തെ ഒരു വിഭാഗം അതിനെ കയ്യേറിയപ്പോൾ അവർ പഴയ സാധനം എടുത്ത് അയ്യപ്പൻ എന്ന് പറയുന്നതിന് വേറെ കഥ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഒരു തിരിധാരണ നമുക്ക് വേണ്ട. അപ്പോൾ ആന്ധ്രയിലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്, ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്, മലയാളികളല്ല. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ബുദ്ധമത ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധമത വിഹാരങ്ങൾ എന്ന് നമ്മൾ പറയും, മൊണാസ്റ്റുകൾ, അതിനോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു ഇടമാണതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു എന്നാണ് ആളുകൾ. മിസ്കൺസെപ്ഷൻ അല്ല, ഉള്ളതിൻ്റെ മുകളിലുള്ള മിസ്കൺസെപ്ഷനാണ്. ഓക്കെ. അവിടെ ഒന്നും ഇല്ലാത്ത അല്ല, അവിടെ ഉള്ളതിനെ മറ്റു രീതിയിൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ കൃഷ്ണനെ പറ്റി പറയുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ഉണ്ട്. കാരണം കൃഷ്ണൻ്റെ കഥയൊക്കെ എടുത്താൽ നമുക്കറിയാൻ നടക്കാത്ത കഥകളാണതെന്ന് കാണാം. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ ഗർഭം ധരിച്ചത് കന്യകയായിട്ടാണെന്ന് പറഞ്ഞാൽ എവിടെ നമുക്ക് പറ്റും? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് അറിയാം യഥാർത്ഥത്തിലുള്ള അച്ഛനെ പറ്റി നമുക്ക് പറയാൻ നോക്കാത്ത കാരണം കൊണ്ട് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഗർഭം ഉണ്ടായിപ്പോയാൽ ഗന്ധർവന്മാരായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കുന്തിക്ക് ഉണ്ടാക്കിയ മക്കളെല്ലാം ഇതുപോലത്തെ കഥകളിനകത്തല്ലേ ഉള്ളത്. അപ്പോൾ അന്ന് ആളുകൾ പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുന്ന കഥയാണ് നമുക്ക് കാണരുത്. അല്ലാതെ ഒരു ദൈവം വന്ന് കൊച്ചിനെ ഉണ്ടാക്കുക, ദൈവത്തിന് ഒരാളെടുത്ത് മാത്രമേ കൊച്ചിനെ ബാക്കിയുള്ളവരൊന്നും ഉണ്ടാക്കാൻ എന്താന്നൊക്കെയുള്ള ചോദ്യമൊക്കെ നമ്മൾ ഉത്തരം പറയണ്ടേ? അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് അതൊക്കെ സങ്കല്പങ്ങളുടെ ലോകങ്ങളാണ് മുൻകാലത്തുണ്ട്. പക്ഷെ അതല്ലാതെ ഇപ്പോൾ ബുദ്ധനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അശോകൻ ആ ഒരു 100-150 വർഷത്തിനകത്ത് തന്നെ അദ്ദേഹം ഇത് എടുത്തിട്ട് ശിലാശാസനം അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ബുദ്ധമതം
എന്ന് പറഞ്ഞാൽ ബുദ്ധനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധൻ ഉള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ. അത്രയും കോൺക്രീറ്റ് ആയ തെളിവ് ഈ മറ്റൊരു ഇതിനകത്തൊക്കെ ഇല്ല. അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നുമല്ല നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ മനുഷ്യ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ലോകങ്ങളാണ് അതെല്ലാം. അപ്പോൾ മനുഷ്യൻ എന്തെങ്കിലും വിശ്വസിക്കണം എന്ന് ഞാൻ ചോദിച്ചു. മനുഷ്യൻ വിശ്വസിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കണം, വിശ്വാസം കൊണ്ട് പാടത്ത് പോയി നിന്ന് ബസ് കാത്തു നിൽക്കരുത്. ഓക്കെ. ബസ് എനിക്ക് ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ ഈ തോട്ടിൻ്റെ കരയിൽ ബസ്സും കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകത്തില്ലേ? അതുപോലെ അതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാൽ ചികിത്സിച്ചാൽ ഭേദമാകും എന്നറിയുന്നത് ഈ തരത്തിൽ മുന്നറിവ് കൊണ്ടുള്ള വിശ്വാസങ്ങളാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. മുന്നറിവ് വേണം. മുന്നറിവില്ലാത്തടത്ത് അന്ധവിശ്വാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അറിഞ്ഞുകൂടാത്തതിനെയാണ് നമ്മൾ ഒരു രൂപം കൊടുത്തതാണ് ദൈവം. ഈ ഒറ്റ വരിയെ എടുത്താൽ മതി, ആർക്കറിയാം? ദൈവത്തിനറിയാം. എന്നൊരാൾ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. നമ്മുടെ അറിഞ്ഞുകൂടായ്മയ്ക്ക് ഒരു രൂപം കൊടുത്തതാണ് ദൈവം. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഗോത്രവർഗത്തിനൊക്കെ പറ്റി പറഞ്ഞ് സംസാരിച്ചപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുമ്പോൾ പല സ്ത്രീകളായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിവുള്ളവനും, സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ആളിൽ ഒതുങ്ങി നിൽക്കണം എന്നാണോ പറഞ്ഞത്? അല്ലല്ല. അതിനകത്തൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ബലം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാമോ? മസ്കുലർ ബോഡിയിൽ. അതെന്താണ് പുരുഷന്മാർക്ക് മസ്കുലർ ബോഡി ഉണ്ടാകുകയും സ്ത്രീകൾക്ക് അത്തരത്തിൽ മസ്കുലർ ബോഡി ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം അറിയാവോ? അറിയില്ല. പുരുഷന്മാർക്ക് ബീജം വളരെ കൂടുതലാണ്, ലക്ഷക്കണക്കിന്. അതെ. സ്ത്രീകൾക്ക് മാസം ഒരെണ്ണം. അത് വളരെ പ്രഷ്യസ് ആണ്. ബീജം സുലഭമാണ്. അപ്പോൾ സുലഭമായ ബീജമുള്ളവർ തമ്മിൽ അടിച്ചിട്ട് കൂട്ടത്തിൽ ബലവാൻ അവിടെ വന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണ് പുരുഷന്മാർക്ക് ബലം ഉണ്ടായത്. അപ്പോൾ ഒരു സ്ത്രീ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ ഇന്നും പുരുഷന്മാർ പോകും, വട്ടം ചുറ്റി നിൽക്കും. അതേസമയത്ത് ഞാൻ അവിടെ റോഡിൽ ഇറങ്ങിയിട്ട് ഞാനിപ്പം കാശിനുള്ളതായി, പക്ഷെ താൻ അങ്ങനെയല്ലല്ലോ. പക്ഷെ എന്ന് വിചാരിച്ചാൽ കൊണ്ട് കുറേ പെൺപിള്ളേർ വന്ന് വട്ടം ചുറ്റി നിൽക്കുമോ? പക്ഷെ എന്നാലും വായി നോക്കുന്നൊരു അത് വായി നോക്കുന്നൊക്കെ പറയുന്ന ഒന്നുമല്ല ഈ പറയുന്നത്. ഇയാൾ മുഴുവൻ സമയം വായി നോക്കിയ അതിന് സംശയം വേണം. ഏതെങ്കിലും ഒരു പെണ്ണ് പോകുന്നതാണ്, പെണ്ണ് പോകണ്ട, പെണ്ണെന്ന് എഴുതി വെച്ചാൽ ഇയാൾ പോകും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുരുഷന്മാർ അങ്ങനെ ആയിരിക്കുന്ന അവർ മോശമായത് കൊണ്ടൊന്നുമല്ല. ബീജം കൂടുതലുള്ള ഒരു ജീവിയായതുകൊണ്ട് ബീജം തമ്മിലുള്ള അതിൻ്റെ സംഘർഷത്തിനകത്താണ് നമ്മൾ. അപ്പം പരസ്പരം ബലമുള്ളവർ തമ്മിൽ ഇടിച്ച് ജയിച്ചിട്ട് കൂട്ടത്തിൽ എടുക്കാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരെ സ്ത്രീകളെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ബലം ഉണ്ടായത്. ഈ ബലം ഉണ്ടായത് ഇന്നിപ്പോൾ കുടുംബം പുലർത്താൻ അധ്വാനിച്ച് വളരാനാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇന്ന് ആൾക്കാരത് സംസാരിക്കുന്നത്. നമ്മൾക്ക് ബലമുണ്ട്, അത് കാരണം കൊണ്ടാണ് നമ്മൾ. അങ്ങനെയല്ല. മാറിയല്ലോ. സ്ത്രീകളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, സ്ത്രീകളും. അല്ല, അതൊക്കെ നമ്മളുണ്ടാക്കിയ മാറ്റങ്ങളാണ് അയാൾ പറയുന്നത്. അത് വേറെ വിഷയമാണ്. അത് കൂട്ടിക്കുഴക്കരുത്. കൂട്ടിക്കുഴച്ചാൽ ഒരിക്കലും മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള മനസ്സിലായി. അത് ചോദിക്കണമെങ്കിൽ ഇത് അറിയാത്ത ഒരാൾ ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഞാനിങ്ങനെ ബലവാനായിരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അങ്ങനെ അല്ലെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ പുരുഷന്മാർ തമ്മിലടിക്കാതിരുന്നവരെ തമ്മിലടിക്കാതിരിക്കേണ്ടത് ഒരു കൂട്ടരെ പിടിച്ചു കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന സമയം ഉണ്ടായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അവര് പുരുഷന്മാർ തമ്മിലടിച്ചാൽ നഷ്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? അവർക്ക് തമ്മിൽ പിടിച്ചുകൊണ്ട് വരുന്നവന് നഷ്ടം ഉണ്ടാകും. കാര്യം ഇവിടെ പണിയെടുക്കേണ്ട ഒരുത്തന് തമ്മിലടിച്ച് ചാകും. അപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത് ഒരാൾക്ക് ഒരാളെ കൊടുത്താൽ അടിക്കാതിരിക്കും. അങ്ങനെയാണ് ഈ കല്യാണമൊക്കെ ഉണ്ടായത്. പുരുഷന്മാരെയാണ് ഈ കല്യാണം കഴിപ്പിക്കുന്നത്, സ്ത്രീകളെ അല്ല. സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാർ വരും, അവരെ കല്യാണം കഴിപ്പിക്കണ്ട. പക്ഷെ പുരുഷന്മാർക്ക് ഒരു പെണ്ണിനെ കൊടുക്കാം എന്ന് പറയുന്ന കരാറുണ്ടാക്കിയാണ് തമ്മിലടി കുറച്ചത്. തമ്മിലടി കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത് കല്യാണം എന്ന് പറയുന്നത്. കല്യാണം എന്ന് പറയുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞു കല്യാണം കഴിക്കേണ്ട ആവശ്യകത ഇല്ല. അതൊക്കെ വേറെ വിഷയമാണ്. തമ്മിൽ കൂട്ടിക്കടക്കാതെ ചോദിച്ചാൽ ഇയാൾക്ക് ഒരിക്കലും ഇയാൾക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ രണ്ടുപേരോട് പറയുമ്പോൾ നാട്ടുകാർക്ക് കേട്ടാൽ മനസ്സിലാകത്തുമില്ല. ഇതൊക്കെ നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറയുന്നത് എത്രയോ വെള്ളം ഇതിൻ്റെ ചവിട്ടിക്കൂടെ ഒഴുകി പോയതിന് ശേഷമുള്ള കഥയാണ് നമ്മളീ പറയുന്നത്. നമ്മളിപ്പോൾ ഞാൻ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വിവാഹം ഉണ്ടായത്? പുരുഷനെ ഉത്തരവാദിത്തപ്പെടുത്തുക എന്ന് പറയുന്നത്. പുരുഷന്മാർ കുട്ടികളെ ഉണ്ടാക്കി പോകത്തേ ഉള്ളൂ, തമ്മിലടിച്ച് ചാകുകയും ചെയ്യും. അപ്പോൾ ഫാക്ടറിയിൽ തുടങ്ങിയപ്പോൾ, കൃഷി തുടങ്ങിയപ്പോഴൊക്കെ ആളുകളെ നിലനിർത്തേണ്ട ആവശ്യം വരും. അടിമകളെ ജീവനോട് ഇരുത്തേണ്ട ആവശ്യം വരുന്നതാണ് തമ്മിലടിച്ച് ചാകാതിരിക്കാനുള്ള ഇൻഡാസ് വന്നത്. അങ്ങനെയാണ് കൊല്ലരുത് എന്ന് പറയുന്ന വരിയൊക്കെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണ് കൊല്ലരുത് എന്ന് പറഞ്ഞാൽ തമ്മിലടിച്ച് ചാകരുത് എന്നുള്ള അർത്ഥത്തിലാണ് കൊല്ലരുത് എന്ന് പറയുന്നത്.
അപ്പോൾ ആ കൊല്ലരുതെന്ന് പറയുമ്പം അതേ സമയത്ത് തന്നെ സേനയുണ്ടാക്കി രാജ്യാതിർത്തി പോയി കൊല്ലുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും കൊല്ലരുതെന്ന് നമ്മുടെ നാട്ടിൽ പറയും, തമ്മിലടിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ പട്ടാളത്തിൽ ചേർന്നിട്ട് കൊല്ലരുതെന്ന് ഞാൻ പണ്ടേ എന്നെ പഠിപ്പിച്ചതാണ്, കൊല്ലരുത് അതുകൊണ്ട് ഞാൻ വെടിവെക്കത്തില്ലെന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ രക്ഷയില്ലാതെ കുഴഞ്ഞു പോകത്തില്ലേ? രാജ്യം തന്നെ. അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. കൊല്ലരുതെന്ന് നമ്മൾ പറയുമ്പം എല്ലാവരെയും കൊല്ലരുതെന്നുള്ള അർത്ഥമില്ല, തമ്മിലടിക്കരുതെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആന്തരികമായ സ്വാസ്ഥ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചില വരികളാണത്. അപ്പോൾ അങ്ങനത്തെ മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പുരുഷന്മാർ തമ്മിലടിച്ച് ചത്തുപോയാൽ പൊതുനഷ്ടമുണ്ട്. കാരണം ഈ ആളുകളെ തമ്മിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടം വരും. അതുകൊണ്ടാണ് കൊല്ലരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബലി കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ബലി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അബ്രഹാമിൻ്റെ ബൈബിളിനകത്ത് അബ്രഹാമിൻ്റെ കഥയില്ലേ? അപ്പോൾ അതിനകത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ബലി കൊടുക്കാനായിട്ട് എളുപ്പത്തില്ലേ? അയാളുടെ പേര് കേസ് എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? അത് രാജാവില്ല. ഇതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറ്റത്തില്ല. കാരണം കുട്ടി രാജാവിൻ്റെതാണ്, നിങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചതുപോലാണ്. നമ്മുടെ കുഞ്ഞാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ 10-15 വർഷം കഴിയുമ്പോഴത്തേനും അവർ വന്ന് പട്ടാളത്തിൽ ചേർത്തോണ്ട് പോകും. ആൺകുട്ടിയാണെങ്കിൽ പട്ടാളത്തിൽ ചേരും, മറ്റുള്ളവരാണെങ്കിൽ വീണ്ടും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടും. ഇങ്ങനത്തെ സിസ്റ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ട് നമ്മൾ പോയപ്പോൾ എന്ത് പറ്റി? വീട്ടുകാർ പഠിപ്പിക്കുന്ന സാധനം പഠിപ്പിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്കൂളുകൾ ഉണ്ടായത്. ഇതാണ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. നമുക്ക് ഇവിടെ നിർത്തുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.